ഹലോ ഗൈസ്, നമ്മുടെ മൗറീഷ്യസിലേക്കുള്ള എൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്ത പെട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ പോകും. പെട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓക്കേ, അപ്പോൾ നമുക്ക് പോകുമ്പോൾ അവിടുത്തെ വീഡിയോസും പിന്നെ അവിടെയുള്ള വീഡിയോസൊക്കെ എടുക്കാം. ഓക്കേ, ഹലോ, ഞങ്ങളങ്ങനെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കേ, ഇനി അവിടെ ചെന്നിട്ടുള്ള വീഡിയോസ് കാണാം കേട്ടോ. എയർപോർട്ട് ഇറങ്ങി ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. അങ്ങനെ ഹോട്ടലിലേക്ക് കയറി ഞങ്ങളങ്ങനെ എന്താ പറയുക, മൗറീഷ്യസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ഗംഭീരമായ കാഴ്ചകളൊക്കെ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഇതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ. ഓക്കെ, ഭയങ്കര സങ്കടമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലില്ലേ ഗൈസ്, ഞാനിവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ പോയത്. ഹോട്ടൽ വരെ എത്തി. നമ്മളൊരാളുടെ കീഴിലാണല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഹോട്ടൽ വരെ എത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഹോട്ടലിൽ ഈ അങ്കിളിൻ്റെ ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണം. അപ്പോൾ ഈ അങ്കിളെന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അങ്കിളിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അറബിയാണ്. ഇവർ ഹോട്ടലിലോട്ട് കയറിയപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു വെച്ച്. കാരണം സ്ട്രേഞ്ചേഴ്സിൻ്റെ ഈ ഫോണ് അവർ വാങ്ങിച്ചു വെച്ച്. വേറെ ഒന്നല്ല, അറബികളുടെ പെണ്ണുങ്ങളുടെ ഫോട്ടോസ് നമ്മൾ അറിയാതെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും പുറകെ നടക്കാൻ പറ്റത്തില്ലല്ലോ. ഫോൺ അവിടെ റിസപ്ഷനിൽ മേടിച്ച് വെച്ച്. എനിക്കുണ്ടായ വിഷമമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ്, ഭയങ്കര വിഷമമായി പോയി. കാരണം എനിക്ക് വീട്ടുകാരെയൊക്കെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് റിസപ്ഷനിൽ മേടിച്ച് വെച്ച് ഒരുപാട് വിഷമമായി. എയർപോർട്ട് വരെ ഉള്ളത് എത്തി. പിന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങണതൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് അവരുടെ സൂട്ട് കേസൊക്കെ പിടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ജസ്റ്റ് കാറിലിരുന്ന് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. എനിക്കുണ്ടായി സങ്കടം. പിന്നെ എന്നോട് യൂണിവേഴ്സ് പറഞ്ഞു, സാരില്ല, വിഷമിക്കണ്ട, നമുക്ക് നെക്സ്റ്റ് ടൈം വീട്ടുകാരായിട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വീഡിയോസ് എടുക്കാം. അന്നേരം ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാളിൽ പോയപ്പോഴത്തേക്കും നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. മാളിയിലല്ല, ഇവിടെ കല്യാണ വീട്ടിൽ നല്ല ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലങ്ങൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പോകണം കേട്ടോ. എന്ത് നല്ല സ്ഥലമായിരുന്നു എന്നറിയാമോ? അയ്യോ, ഒരിക്കലും മിസ് ചെയ്യരുത്. പിന്നെ മാളിൽ പോയപ്പോൾ അവിടെ നിന്ന് ആൻറ്റി എടുത്ത ഫോട്ടോസാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.